വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് സോളമന് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. നീയോ നിൻ്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ച് എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഞാൻ നൽകിയിരിക്കുന്ന ദേശത്തു നിന്ന് ഇസ്രായേലിനെ ഞാൻ വിച്ഛേദിക്കും. എനിക്ക് വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ച ഈ ആലയം എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും പണികഴിച്ച ശേഷം തന്നെ സഹായിച്ച ടയറിലെ ഹീരാം രാജാവിന് സോളമൻ ഗലീലി പ്രദേശത്ത് 20 നഗരങ്ങൾ കൊടുത്തെങ്കിലും ഹീരാം രാജാവിന് ആ നഗരങ്ങൾ ഇഷ്ടമായില്ല. ഇസ്രായേൽക്കാരിൽ ഉൾപ്പെടാത്ത അമോര്യർ, ഹിത്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസിയർ എന്നിവരിൽ അവശേഷിച്ച സകലരെയും സോളമൻ അടിമവേലയ്ക്ക് നിയോഗിച്ചു. നാമ എന്നു പേരുള്ള ഫറവോയുടെ മകളായ സോളമൻ്റെ ഭാര്യയ്ക്ക് നിർമ്മിച്ചു കൊടുത്ത ഭവനത്തിലേക്ക് അവൾ മാറി താമസിച്ചു. കർത്താവിന് നിർമ്മിച്ച ബലിപീഠത്തിൽ സോളമൻ ആണ്ടുതോറും 3 പ്രാവശ്യം ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും കർത്താവിൻ്റെ മുമ്പിൽ ധൂപാർച്ചന നടത്തുകയും ചെയ്തു വന്നു. സോളമൻ്റെ കീർത്തിയെപ്പറ്റി കേട്ട ശേബാരാജ്ഞി അവനെ പരീക്ഷിക്കാൻ കുറെ കടങ്കഥകളുമായി വന്നു. അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും സോളമൻ മറുപടി നൽകി. വിശദീകരിക്കാൻ വയ്യാത്ത വിധം ഒന്നും അവനുണ്ടായിരുന്നില്ല. അവൾ രാജാവിന് വളരെയേറെ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും രത്നങ്ങളും കൊടുത്തു. സോളമൻ രാജാവ് സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും പിന്നിലാക്കി. ദൈവം സോളമന് നൽകിയ ജ്ഞാനം ശ്രവിക്കാൻ എല്ലാ ദേശക്കാരും അവൻ്റെ സാന്നിധ്യം തേടി. സോളമൻ രാജാവ് കർത്താവിൻ്റെ കൽപ്പനകൾക്കെതിരെ അനേകം വിദേശ വനിതകളെ ഭാര്യമാരായി സ്വീകരിച്ചു. അവരിൽ മൊവാബ്യർ, അമോന്യർ, എദോമ്യർ, സിദോന്യർ, ഹിത്യർ എന്നീ വംശത്തിൽപ്പെട്ട സ്ത്രീകളുണ്ടായിരുന്നു. സോളമന് വാർദ്ധക്യമായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. പിതാവായ ദാവീദ് ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായിരുന്നതുപോലെ അവൻ അവിടത്തോട് പരിപൂർണ വിശ്വസ്തത പാലിച്ചില്ല. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.